നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. ചിതറയിൽ ക്വാറിയിൽ നിന്ന് പാറ തെറിച്ചു വീണ് തമിഴ്നാട് സ്വദേശിയായ തൊഴിലാളി മരിച്ചു. മറ്റൊരാൾ ഗുരുതരാവസ്ഥയിൽ. തീർത്ഥാടകരുടെ വാഹനമിടിച്ച ഇടപ്പാളയത്ത് യുവാവ് മരിച്ചു. കടക്കൽ കാഞ്ഞിരത്തുമൂട്ടിലെ പടക്ക നിർമ്മാണശാലയിലെ പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ട് ഉടമയ്ക്കും മകനുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തു. പട്ടാഴി പടക്ക നിർമ്മാണശാലയിലെ സ്ഫോടനം അലക്ഷ്യമായി സ്ഫോടക വസ്തു കൈകാര്യം ചെയ്തത് മൂലമെന്ന് RDOയുടെ റിപ്പോർട്ട്. പത്തനാപുരം ആസ്ഥാനമാക്കിയുള്ള പുതിയ താലൂക്കിൽ വിളക്കുടി പഞ്ചായത്തിനെ ഉൾപ്പെടുത്തിയത് ഭൂമിശാസ്ത്രപരമായി തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി വിവിധ പാർട്ടികൾ രംഗത്ത്. പത്തനാപുരം ആസ്ഥാനമാക്കിയുള്ള പുതിയ താലൂക്കിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം 13-ന്. ജില്ലയ്ക്ക് കേരളത്തിൽ വൻ വരവേൽപ്പ്. 200ഓളം തിയേറ്ററുകളിൽ ആവേശത്തിന്റെ ഉത്സവം. വാർത്തകൾ വിശദമായി. ചിതറയിൽ ക്വാറിയിൽ നിന്ന് പാറ തെറിച്ചു വീണ് തമിഴ്നാട് സ്വദേശിയായ തൊഴിലാളി മരിച്ചു. മറ്റൊരാളെ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചിതറ ഗ്രാമപഞ്ചായത്തിലെ മൂന്നുമുക്കിൽ പ്രവർത്തിക്കുന്ന അനന്തപുരി ക്വാറിയിലാണ് അപകടമുണ്ടായത്. തമിഴ്നാട് സ്വദേശി രാജാമണി എന്ന 42-കാരനാണ് മരിച്ചത്. തമിഴ്നാട് സ്വദേശി ചേരവനെ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജാക്ക് ഹാമർ ഉപയോഗിച്ച് പൊട്ടിക്കുന്നതിനിടെ ഇളകിയ പാറ സമീപത്തു നിന്ന തൊഴിലാളികളുടെ മേൽ പതിക്കുകയായിരുന്നു. രാജാമണി സംഭവ സ്ഥലത്തു തന്നെ മരിച്ചു. ഇതിനിടെ ക്വാറിയുടെ പ്രവർത്തനം അനധികൃതമാണെന്ന് ആരോപിച്ച് നാട്ടുകാർ മൃതദേഹം കൊണ്ടുപോകുന്നത് തടഞ്ഞു. തുടർന്ന് കടക്കൽ CI V രജികുമാർ, SI N സുനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി ചർച്ച നടത്തിയ ശേഷം കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റി. ക്വാറി ഉടമ ദിലിസുഖിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. തീർത്ഥാടകരുടെ വാഹനമിടിച്ച് ഇടപ്പാളയത്ത് യുവാവ് മരിച്ചു. ശങ്കരൻകോവിൽ സ്വദേശി കുമാറാണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. KSRTC ബസ്സിൽ തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്ന കുമാർ ഇടപ്പാളയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ബസ് നിർത്തിയപ്പോൾ ഇറങ്ങുകയായിരുന്നു. ചായ കുടിച്ച ശേഷം ഇയാൾ ബസ്സിലേക്ക് കയറാൻ റോഡ് മുറിച്ച് കടക്കവെയാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന അയ്യപ്പന്മാരുടെ മിനി വാൻ തട്ടിയത്. വാൻ അമിത വേഗതയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇവിടെ ബസ് ചായ കുടിക്കാൻ നിർത്തി, ചായ കുടിക്കാൻ ഇറങ്ങി, ചായ കുടിക്കാൻ തിരിച്ചിറങ്ങി വഴിയാണ്. ചായ കുടിക്കാൻ ഈ ബസ് വന്ന് ഇടയ്ക്ക് വന്നോട്ട് കയറി ഇറങ്ങി ഡ്രൈവ് ഇവിടുന്ന് എസ്കേപ്പ് ആവുക. തെന്മല പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. ജില്ലയ്ക്ക് വൻ വരവേൽപ്പ്. മോഹൻലാലും വിജയും ഒന്നിച്ച ചിത്രത്തെ കേരളത്തിലെ 200ഓളം തിയേറ്ററുകളിൽ ആരാധക ലക്ഷങ്ങൾ ഏറ്റെടുത്തു. താരസൂര്യൻ മോഹൻലാലും ഇളയ ദളപതി വിജയും ഒന്നിച്ച ജില്ലയ്ക്ക് ആരാധക ലക്ഷങ്ങളുടെ ആവേശോജ്വല വരവേൽപ്പ്. ആവേശത്തിരയിളക്കി ശിവൻ എന്ന മോഹൻലാലും ശക്തി എന്ന വിജയും സ്ക്രീനിൽ നിറഞ്ഞാടി. പൊങ്കൽ റിലീസ് ജില്ലയ്ക്ക് ആവേശോജ്വലമായ വരവേൽപ്പാണ് യുവപ്രേക്ഷകർ നൽകിയത്. കൊട്ടാരക്കര മിനർവ തിയേറ്ററിൽ രാവിലെ 4 മണിക്കാണ് ആദ്യ പ്രദർശനം നടന്നത്. വെടിക്കെട്ടും പാലഭിഷേകവുമായി വൻ വരവേൽപ്പായിരുന്നു ചിത്രത്തിന്. സ്ക്രീനിൽ ആക്ഷൻ രംഗങ്ങളിൽ മോഹൻലാലും വിജയും തെളിഞ്ഞതോടെ തിയേറ്ററിൽ ആവേശം തിരതല്ലി. താരപ്പകിട്ടുകൊണ്ട് റിലീസിന് മുമ്പ് തന്നെ ചർച്ചയായി മാറിയ ജില്ല അക്ഷരാർത്ഥത്തിൽ മോഹൻലാൽ വിജയ് പൊങ്കൽ പൂരമായി. ഒരു കൊമേഴ്സ്യൽ ചിത്രത്തിന് വേണ്ടുന്ന വിജയ ഫോർമുലകളെല്ലാം സമാസമം ചേർത്താണ് സംവിധായകൻ RT നേഷൻ ജില്ല അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. പുനലൂരിലെ തിയേറ്ററുകളിലും ജില്ലയ്ക്ക് വൻ വരവേൽപ്പ് ലഭിച്ചു. പുനലൂരിൽ ചിത്രം 2 തിയേറ്ററുകളിലാണ് പ്രദർശിപ്പിച്ചത്. കേരളമെമ്പാടും 200-ലേറെ തിയേറ്ററുകളിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത്. ഈ തരംഗം തുടർന്നാൽ ജില്ല പുതിയ ചരിത്രം കുറിക്കുമെന്നാണ് ആരാധകരുടെ പക്ഷം. സൂപ്പർ പടം, മികച്ച പടം, അടിപൊളി പടം, എല്ലാവരും കാണണം. വിജയുടെ
അതിഗംഭീരമായ ന്യൂസ് ബ്യൂറോസ് കൊട്ടാരക്കര, പുനലൂർ. കടയ്ക്കൽ കാഞ്ഞിരത്തുമൂട്ടിലെ പടക്ക നിർമ്മാണശാലയിലെ പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ട് ഉടമയ്ക്കും മകനുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തു. ലൈസൻസ് പ്രകാരം അനുവദിച്ചിരുന്നതിലും കൂടുതൽ വെടിമരുന്നും പടക്കവും പോലീസ് ഇവിടെ കണ്ടെത്തിയിരുന്നു. 7 കിലോ വെടിമരുന്ന് ഉപയോഗിച്ച് മാത്രം പടക്കം നിർമ്മിക്കാനായിരുന്നു ഉടമ പുരുഷോത്തമന് അനുമതി ഉണ്ടായിരുന്നത്. എന്നാൽ 100 കിലോഗ്രാമോളം വെടിമരുന്നും അലൂമിനിയം പൌഡറും മറ്റു വസ്തുക്കളും പരിശോധനയിൽ കണ്ടെടുത്തു. പുരുഷോത്തമന്റെ മകൻ സാബുവിന്റെ പേരിൽ 40 കിലോഗ്രാം പടക്കം വിൽക്കുന്നതിനുള്ള ലൈസൻസാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 3000 കിലോഗ്രാമോളം പടക്കം ഇവിടെ ഉണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ദീപാവലിക്ക് മുമ്പാണ് ഇത് കണ്ടെത്തിയത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തിയിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്ന അപകടം ഒഴിവാക്കാമായിരുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എക്സ്പ്ലോഷൻ വിഭാഗം ഇൻസ്പെക്ടർ മിശ്രയുടെ നേതൃത്വത്തിൽ പോലീസ് അപകടം നടന്ന സ്ഥലം കണ്ടെത്തി 20ഓളം സാമ്പിളുകൾ ശേഖരിച്ചു. തുടർന്ന് പ്രദേശത്ത് നിന്ന് കണ്ടെടുത്ത വെടിമരുന്നും പടക്കങ്ങളും നിർവീര്യമാക്കി. തമിഴ്നാട്ടിലെ ശിവകാശിയിൽ നിന്നാണ് ഇവിടെ നിർമ്മാണത്തിനാവശ്യമായ വസ്തുക്കൾ എത്തിച്ചിരുന്നത്. നികുതി വെട്ടിച്ചായിരുന്നു ഈ പ്രവർത്തനമത്രേ. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പട്ടാഴി പടക്ക നിർമ്മാണശാലയിലെ സ്ഫോടനം അലക്ഷ്യമായി സ്ഫോടക വസ്തു കൈകാര്യം ചെയ്തതുമൂലമാണെന്ന് ആർഡിഒയുടെ റിപ്പോർട്ട് ജില്ലാ കളക്ടർ ബി മോഹനന് സമർപ്പിച്ചു. കഴിഞ്ഞ മാസം 29-നായിരുന്നു 4 പേരുടെ മരണത്തിനിടയാക്കിയ പട്ടാഴി തെക്കേത്തേരിയിലെ പടക്ക നിർമ്മാണശാലയിലെ സ്ഫോടനം. അപകടം നടന്നതാൽ മുതൽ അപകടത്തിന് വിവിധ കാരണങ്ങളാണ് കണക്കുകൂട്ടിയത്. പടക്കശാലയുടെ നടത്തിപ്പുകാരൻ ലൈസൻസ് ദുരുപയോഗം ചെയ്തതായും അളവിൽ കവിഞ്ഞ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതായും പടക്കം നിർമ്മിക്കുമ്പോൾ പുലർത്തേണ്ട യാതൊരു മാനദണ്ഡങ്ങളും പാലിച്ചില്ലെന്നും റിപ്പോർട്ടുകൾ വന്നു. അലക്ഷ്യമായി സൂക്ഷിച്ചിരുന്ന വെടിമരുന്നിലേക്ക് തൊഴിലാളികളിൽ ആരോ വലിച്ചെറിഞ്ഞ ബീഡിക്കുറ്റിയിൽ നിന്ന് തീ പടർന്ന് അപകടം സംഭവിച്ചതാകാമെന്നും വാർത്തയുണ്ടായി. നടത്തിപ്പുകാരൻ അജയന്റെ ഭാര്യയടക്കം 4 പേർ സംഭവത്തിൽ മരണമടഞ്ഞിരുന്നു. പരിക്കേറ്റ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. സംഭവസ്ഥലം സന്ദർശിച്ച ജില്ലാ കളക്ടറാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. നടത്തിപ്പുകാരന്റെ ലൈസൻസ് നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. സംഭവത്തെപ്പറ്റി ദുരൂഹതകൾ തുടരുമ്പോഴും ഇതു സംബന്ധിച്ച എക്സ്പ്ലോസീവ്സ് വിഭാഗത്തിന്റെ പരിശോധനാ ഫലം പുറത്തു വന്നിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കൊട്ടാരക്കരയിൽ തൊഴിൽമേള ശനിയാഴ്ച നടക്കുന്നു. ഫെബ്രുവരി 1-ന് ചെങ്ങന്നൂരിലും മേള സംഘടിപ്പിക്കുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾക്കും തൊഴിൽദായകർക്കുമായി സംഘടിപ്പിക്കുന്ന ടാലന്റ് ഫെയറിലേക്കും പട്ടിക വിഭാഗങ്ങളിൽപ്പെട്ട PSC ഉദ്യോഗാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന സൌജന്യ പരിശീലനത്തിനും ഇപ്പോൾ ബന്ധപ്പെടാം. കേന്ദ്ര തൊഴിൽ ഉദ്യോഗ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ട്രെയിനിംഗ് സ്വകാര്യ വാണിജ്യ വ്യവസായ സംരംഭകരുടെ സഹായത്തോടെ സംഘടിപ്പിക്കുന്ന തൊഴിൽമേള ശനിയാഴ്ച കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയോസ് കോളേജിൽ നടക്കും. ഫെബ്രുവരി 1-ന് ചെങ്ങന്നൂരും തൊഴിൽമേള സംഘടിപ്പിക്കുമെന്ന് കൊട്ടാരക്കര ടൌൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസർ അനിൽ പി റോയ് അറിയിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് മേളയിലേക്ക് നേരിട്ടെത്തിയും പേര് രജിസ്റ്റർ ചെയ്യാം. ബന്ധപ്പെടേണ്ട നമ്പർ 0471232113. ഈ തൊഴിൽമേളയെ പറ്റി കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് 0471233211 എന്ന് പറയുന്ന വിലാസത്തിൽ ബന്ധപ്പെടേണ്ടതാണ്. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ വൊക്കേഷണൽ ഗൈഡൻസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഉദ്യോഗാർത്ഥികൾക്കായി 3 മാസം നീണ്ടു നിൽക്കുന്ന സൌജന്യ പരിശീലന പരിപാടി സംഘടിപ്പിക്കുമെന്ന് അനിൽ പി റോയ് അറിയിച്ചു. ജില്ലയിലെ കുണ്ടറ, കൊട്ടാരക്കര എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്കാണ് അവസരം. വിവിധ PSC പരീക്ഷകൾക്ക് അപേക്ഷിച്ചിട്ടുള്ള 18-നും 41-നും മധ്യേ പ്രായമുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കായാണ് ഈ സൌജന്യ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ജനുവരി 20-ന് ക്ലാസ് ആരംഭിക്കും. പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കും. താൽപര്യമുള്ള SSLC യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് സഹിതം പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ ജനുവരി 15-നകം അപേക്ഷ സമർപ്പിക്കണം. SC കുട്ടികൾക്ക് വേണ്ടിയിട്ട് 3 മാസം നീണ്ടുനിൽക്കുന്ന ഒരു കോച്ചിംഗ് ക്ലാസ്. ആ കോച്ചിംഗ് ക്ലാസ്സിനകത്ത് 20/1/2014 മുതലാണ് തുടങ്ങുന്നത്. കൊട്ടാരക്കര വെച്ചാണ് 18-നും 41-നും ഇടയിലുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. ഈ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ 15/1/2014 വരെ സ്വീകരിക്കും. SC കുട്ടികൾക്ക് ഇതിനകത്ത് സ്റ്റൈഫൻഡ് കിട്ടും. ഒരു മാസം 1000 രൂപ സ്റ്റൈഫൻഡ് കിട്ടും. എംപ്ലോയബിലിറ്റി സെന്റർ കൊല്ലം യൂണിറ്റിന്റെയും കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ടാലന്റ് വെൽഫെയർ തിരുവനന്തപുരത്ത് വെച്ച് സംഘടിപ്പിക്കുമെന്ന് അനിൽ പി റോയ് അറിയിച്ചു. കഴിവുള്ള ഉദ്യോഗാർത്ഥികളെ തൊഴിൽദായകർക്ക് പരിചയപ്പെടുത്തുന്നതിനാണ് ടാലന്റ് വെൽഫെയർ സംഘടിപ്പിച്ചിരിക്കുന്നത്. പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കായി തിരുവനന്തപുരത്ത് മീറ്റിംഗ് നടത്തും. ജനുവരി 15-ന് മുമ്പായി ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. കൊല്ലത്ത് നമ്മുടെ ജില്ലാ എക്സ്ചേഞ്ചിനെ എംപ്ലോയബിലിറ്റി സെന്ററായിട്ട് കൂടി മാറ്റിയിട്ടുണ്ട്. ആ എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും തിരുവനന്തപുരം ജില്ലാ എക്സ്ചേഞ്ചിന്റെയും പിന്നെ കേസ് എന്ന് പറഞ്ഞിട്ട് കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ് എന്ന് പറയുന്നത് ഇവർ 3 പേരോട് ചേർന്നിട്ട് ടാലന്റ് ഫെയർ തിരുവനന്തപുരത്ത് നടത്തുന്നു. അപ്പോൾ ആ തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്ന ആ ടാലന്റ് ഫെയറിൽ ഉദ്യോഗദായകർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ മീറ്റ് നടക്കും. തിരുവനന്തപുരത്ത് വെച്ചാണ് ആ സ്പെഷ്യൽ മീറ്റ് നടക്കുന്നത്. ഏകദേശം 17 ടെൻറ്റേറ്റീവ് ഡേറ്റ് എടുത്തിരിക്കുന്നത്. കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാത്തതാണ് ഡേറ്റ് ഞാൻ മെൻഷൻ ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഡേറ്റിൽ ഉദ്യോഗദായകർക്ക് പങ്കെടുക്കണമെങ്കിൽ അവർ 3 വിധത്തിൽ പങ്കെടുക്കാൻ അവരോട് പറയുന്നത്. 15-ാം തീയതിക്ക് മുമ്പേ അവർ പങ്കെടുക്കും. 3 സ്ഥലം പറയുന്നത്. ഒന്ന് ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെടുക, അല്ലെങ്കിൽ അവരുടെ സൈറ്റ് ഉണ്ട് www.case-in എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുക. ഈ 3 പേർ അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന ആളുകളെ അവർ ആ മീറ്റിംഗിൽ വിളിക്കും. മിക്കവാറും മസ്കറ്റ് ഹോട്ടലിൽ വെച്ചായിരിക്കും മിക്കവാറും മീറ്റ്.
വെന്യൂ ഡേറ്റും ഫിക്സ് ആയിട്ടില്ല, അതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. എങ്കിലും അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവർക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ വരായിരിക്കും. അപ്പോൾ 15/1/2014 വരെ അതിന് സമയമുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പത്തനാപുരം ആസ്ഥാനമാക്കിയുള്ള പുതിയ താലൂക്കിൽ വിളക്കുടി പഞ്ചായത്തിനെ ഉൾപ്പെടുത്തിയത് ഭൂമിശാസ്ത്രപരമായി തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി വിവിധ പാർട്ടികൾ രംഗത്തെത്തി. ശനിയാഴ്ച സൂചനാ സമരം നടത്തുമെന്ന് ഇവർ അറിയിച്ചു. പുനലൂരിലേക്ക് നടന്നെത്താൻ മാത്രം ദൂരമുള്ള കാര്യറ, മഞ്ഞമൺകാല, പേപ്പർമിൽ, ഇളമ്പൽ തുടങ്ങിയ പ്രദേശങ്ങൾ ഇപ്പോൾ പുതിയ പത്തനാപുരം താലൂക്കിലാണ്. ഇവിടങ്ങളിൽ നിന്ന് കുന്നിക്കോടെത്തി പത്തനാപുരം ബസ്സിൽ കയറി പത്തനാപുരത്തെത്തി അവിടെ നിന്ന് പുനലൂർ ബസ്സിൽ കയറി പള്ളിമുക്കിലുള്ള പത്തനാപുരം താലൂക്ക് ആസ്ഥാനത്തെത്തുന്നത് ഈ സ്ഥലവാസികൾക്ക് സമയനഷ്ടത്തിനും സാമ്പത്തിക നഷ്ടത്തിനും കാരണമാകും. സപ്ലൈ ഓഫീസ്, ഇലക്ഷൻ ഓഫീസ്, നീതിന്യായ സൌകര്യം, രജിസ്ട്രേഷൻ സൌകര്യം തുടങ്ങിയ അവശ്യ സർവീസുകൾക്കായി പത്തനാപുരവുമായി ബന്ധപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് വിളക്കുടി പഞ്ചായത്തിനെ മുഴുവനായോ പഞ്ചായത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന 10 വാർഡുകളെയോ പുനലൂർ താലൂക്കിൽ ഉൾപ്പെടുത്തണമെന്ന് 9 ചേർന്ന സർവകക്ഷി യോഗം തീരുമാനിച്ചിരുന്നു. വിളക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജോസ് പ്രകാശിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ UDF കൊല്ലം ജില്ലാ കൺവീനർ കരിക്കത്തിൽ തങ്കപ്പൻപിള്ള ചെയർമാനും മിനി ജോസ് പ്രകാശ് കൺവീനറുമായുള്ള സംയുക്ത സമരസമിതി രൂപീകരിച്ചിരുന്നു. ഉചിതമായ തീരുമാനം സർക്കാർ എടുത്തില്ലെങ്കിൽ വമ്പിച്ച പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് തീരുമാനം. ഇതിന്റെ സൂചന എന്ന നിലയിൽ ശനിയാഴ്ച 3 മണി മുതൽ ധർണയും പൊതുയോഗവും നടത്താൻ തീരുമാനിച്ചു. വാർത്താസമ്മേളനത്തിൽ മിനി ജോസ് പ്രകാശ്, കരിക്കത്തിൽ തങ്കപ്പൻപിള്ള, CPM ഇളമ്പൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിജയൻ സി, CPI ഇളമ്പൽ ലോക്കൽ കമ്മിറ്റി അംഗം ശ്രീധരൻപിള്ള, വാർഡ് മെമ്പർ ഭാർഗവൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം ആസ്ഥാനമാക്കിയുള്ള താലൂക്കിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം 13-ന് നടക്കും. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. പുതുതായി നിർമ്മിച്ച സിവിൽ സ്റ്റേഷനിൽ താലൂക്ക് ഓഫീസ് അടക്കമുള്ളവ പ്രവർത്തന സജ്ജമാകുന്നു. ഒരുക്കങ്ങൾ ധൃതഗതിയിലാണ്. സിവിൽ സ്റ്റേഷനുള്ളിൽ വിവിധ സർക്കാർ ഓഫീസുകൾക്കായി മുറികൾ തിരിച്ച് ഫർണിച്ചർ അടക്കമുള്ളവ സജ്ജീകരിക്കുന്ന തിരക്കാണ് ഇപ്പോൾ. 13-ന് നടക്കുന്ന ഔദ്യോഗിക പ്രഖ്യാപന ചടങ്ങുകൾ ആഘോഷമാക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. വർണ്ണപ്രകാശങ്ങളും കമാനങ്ങളും പോസ്റ്ററുകളും എങ്ങും നിറഞ്ഞുകഴിഞ്ഞു. നടക്കുന്ന സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ നിന്ന് ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഘോഷയാത്രയ്ക്ക് ശേഷം സെന്റ് സ്റ്റീഫൻസ് ഗ്രൌണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി താലൂക്കിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. ചടങ്ങിൽ മന്ത്രി അടൂർ പ്രകാശ് അധ്യക്ഷനാവും. കേന്ദ്ര സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് ചികിത്സാ ധനസഹായ ഫണ്ട് വിതരണോദ്ഘാടനം നിർവഹിക്കും. പുതിയ താലൂക്കിൽ നിന്നുള്ള ആദ്യ സർട്ടിഫിക്കറ്റ് വിതരണം മുൻമന്ത്രി R ബാലകൃഷ്ണപിള്ള നിർവഹിക്കും. KN ബാലഗോപാൽ MP മുഖ്യ അതിഥിയാവും. പത്തനാപുരം ആസ്ഥാനമായുള്ള താലൂക്ക് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കൈവശ ഭൂമിക്ക് പട്ടയം നൽകുന്നുണ്ട്. പത്തനാപുരം, പിറവന്തൂർ, തലവൂർ പഞ്ചായത്തുകളിൽ സ്വന്തം ഭൂമിയിന്മേൽ അവകാശമില്ലാതിരുന്ന നിരവധി പേർക്ക് സമയബന്ധിതമായി പട്ടയം നൽകുന്നതിന്റെ ഉദ്ഘാടനം ധനകാര്യമന്ത്രി KM മാണി നിർവഹിക്കും. താലൂക്ക് പ്രഖ്യാപന ചടങ്ങിന്റെ ഭാഗമായി നടക്കുന്ന വർണ്ണാഭമായ ഘോഷയാത്രയിൽ വിവിധ സംഘടനകൾക്കൊപ്പം ആദിവാസികളുടെ പരമ്പരാഗത വേഷങ്ങളും കലാരൂപങ്ങളും അണിനിരക്കും. പുനലൂർ പത്തനാപുരം താലൂക്ക് വിഭജിക്കുമ്പോൾ വിളക്കുടി പഞ്ചായത്തിനെ പത്തനാപുരം താലൂക്കിൽ ഉൾപ്പെടുത്തിയതിൽ ഭൂമിശാസ്ത്രപരമായി തെറ്റുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം പ്രതിഷേധവുമായി എത്തിയതും താലൂക്ക് പ്രഖ്യാപന ചടങ്ങുകൾ വിജയിപ്പിക്കാതിരിക്കാൻ സ്കൂളുകളിലെ കുട്ടികളെയും വാഹനങ്ങളെയും ഘോഷയാത്രയിൽ പങ്കെടുപ്പിക്കരുതെന്ന ചില രാഷ്ട്രീയ കക്ഷികളുടെ നിലപാടും പരിപാടികൾക്ക് മങ്ങലേൽപ്പിക്കുമോ എന്ന ആശങ്കയിലാണ് സംഘാടകർ. ഘോഷയാത്രയിലും ഉദ്ഘാടന ചടങ്ങിലും പരമാവധി പേരെ പങ്കെടുപ്പിച്ച് പരിപാടി വിജയിപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് സംഘാടകർ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അപകടങ്ങൾക്ക് പിന്നാലെ ഏത് സമയവും രക്ഷാപ്രവർത്തനവുമായി ഓടിയെത്തുന്ന കടയ്ക്കൽ ഫയർഫോഴ്സ് മതിയായ സംവിധാനങ്ങളില്ലാതെ ഇരുട്ടിൽ തപ്പുകയാണ്. കടയ്ക്കൽ ബ്യൂറോയുടെ റിപ്പോർട്ട്. കാഞ്ഞിരത്തുമൂട്ടിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഫയർഫോഴ്സിന് തുണയായത് പ്രദേശവാസികളുടെ ടോർച്ചും മൊബൈലിലെ വെളിച്ചവുമാണ്. രാത്രി 11:30 നടന്ന അപകടത്തെ തുടർന്ന് കടയ്ക്കലിൽ നിന്ന് എത്തിയത് 1 യൂണിറ്റ് വാഹനം മാത്രം. അതും 2500 ലിറ്റർ മാത്രം ശേഷിയുള്ള ചെറുവാഹനം. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ കൂടുതൽ ഇതിന് സഞ്ചരിക്കാൻ അനുമതിയില്ല. കടയ്ക്കൽ ഫയർഫോഴ്സിന് ആകെയുള്ളത് 3 ഫയർ എഞ്ചിനുകളും 1 ആംബുലൻസുമാണ്. ഇതിൽ ഒരു ഫയർ എഞ്ചിൻ മാസങ്ങൾക്ക് മുമ്പ് കടയ്ക്കലിന് സമീപമുണ്ടായ അപകടത്തെ തുടർന്ന് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയി. അത് പിന്നെ തിരികെ വന്നില്ല. ഇനിയുള്ള ഒരെണ്ണം കാലപ്പഴക്കം ചെന്ന് കണ്ടം ചെയ്യാറായി. ആംബുലൻസിന്റെ പ്രവർത്തനം നിലച്ചിട്ട് നാളുകളേറെയായി. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാൽ ഇത് നിരത്തിലിറക്കാനായിട്ടില്ല. ടയറുകളുടെ മോശം അവസ്ഥയാണ് കാരണം. പ്രശംസനീയമായ നിരവധി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കടയ്ക്കൽ ഫയർഫോഴ്സിന്റെ പരാധീനതകളെക്കുറിച്ച് ലൈവ് വാർത്ത നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്വന്തമായി സ്ഥലമുണ്ടായിട്ടും ഒരു കെട്ടിടം പോലും ഇല്ലാതെ പഞ്ചായത്ത് വക കടമുറികളിലാണ് ഫയർഫോഴ്സിന്റെ പ്രവർത്തനം. നിലവിൽ ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾ സൂക്ഷിക്കുന്ന ഷെഡ് നിലംപൊത്താറായി. കമ്പികൾ തുരുമ്പിച്ച് കാറ്റടിച്ചാൽ തകരുമെന്ന നിലയിലാണ് ഷെഡ്. വെള്ളത്തിന്റെ ലഭ്യതയും കുറവാണ്. 3-4 ദിവസങ്ങൾ കൂടുമ്പോഴാണ് ഓഫീസിൽ വെള്ളം ലഭ്യമാകുന്നത്. ഇത് ഫയർമാൻമാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്കായി നാടെങ്ങും പായുന്ന ഫയർഫോഴ്സിനോടുള്ള അധികൃതരുടെ അവഗണന ഇങ്ങനെ തുടരുന്നു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. കോക്കാട് ഒരു കർഷകന്റെ ഭൂമിയിലെ വാഴകളെല്ലാം വിളയിച്ചത് പച്ച നിറത്തിലുള്ള കൂമ്പുകൾ. പ്രദേശവാസികൾക്ക് കൌതുകമാവുകയാണ് ഈ പുരയിടം. അതേസമയം കൃഷി നഷ്ടമായെന്ന് കർഷകൻ പറഞ്ഞു.
കോക്കാട് ദേവിക ഭവനത്തിൽ ജയകുമാറിന്റെ പുരയിടത്തിലെ റോബസ്റ്റ വാഴകളാണ് പച്ച നിറത്തിലുള്ള കൂമ്പൊരുക്കി നാട്ടുകാരെ അമ്പരപ്പിച്ചത്. ഈ പുരയിടത്തിൽ 50ഓളം റോബസ്റ്റ വാഴകളുണ്ട്. എല്ലാത്തിന്റെയും കൂമ്പ് പച്ച നിറത്തിലാണ്. പച്ചക്കൂമ്പിന് 1 മീറ്ററോളം നീളമുണ്ട്. അധികം വണ്ണമില്ലാത്ത ചില കൂമ്പുകൾക്ക് ചോളത്തിന്റെ പൂവിനോട് സാമ്യമുണ്ട്. 1 വർഷം മുമ്പ് ജയകുമാർ തന്റെ ബന്ധുവീട്ടിൽ നിന്നാണ് 50ഓളം വാഴത്തൈകൾ വാങ്ങിയത്. തൈകൾ നട്ട് 1 വർഷമായപ്പോഴാണ് വാഴ കുലയ്ക്കാൻ തുടങ്ങിയത്. വാഴയ്ക്ക് കുടം വന്നപ്പോൾ വെള്ള നിറമായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം പച്ച നിറവും വന്നു. കായകൾ പിടിച്ചു തുടങ്ങിയാൽ വിളവെടുക്കാറാകുമ്പോൾ റോബസ്റ്റ പഴത്തിന്റെ ഗുണം കിട്ടുമോ എന്ന സംശയത്തിലാണ് ജയകുമാർ ഇപ്പോൾ. റോബസ്റ്റയാ സംഭവം. പിന്നെ ഇത് ഇപ്പം കൂമ്പ് വരാറായപ്പോഴത്തേക്ക് ഇത് ഇങ്ങനെയാണ് കണ്ടത്. അപ്പൊ ഇതിന്റെ കൂടെ ഒരു 10-15 നട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ വന്നത് കൃഷി മൊത്തം നഷ്ടമായി പോയി. എല്ലാം ഇങ്ങനെ ആയിപ്പോയി. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ചേത്തടി UPSന്റെ ഗോൾഡൻ ജൂബിലിയുടെയും BRM സെൻട്രൽ സ്കൂളിന്റെ 13ാമത് വാർഷികത്തിന്റെയും ഭാഗമായി ശാസ്ത്ര സാഹിത്യ കരകൌശല മേള സംഘടിപ്പിച്ചു. BRM സെൻട്രൽ സ്കൂളിലായിരുന്നു പ്രദർശനം. BRM സെൻട്രൽ സ്കൂൾ ചെയർമാൻ R. അശോകൻ ശാസ്ത്ര സാഹിത്യ കരകൌശല മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ പുരാതന കാലം തൊട്ടുള്ള പല പല വസ്തുക്കളാണ് ഇന്നത്തെ തലമുറയ്ക്ക് യാതൊരു കാരണവശാലും കാണാൻ സാധിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ അന്യം നിന്നിരിക്കുന്ന പല വിലപ്പെട്ട പല പല കാര്യങ്ങളും അവർക്കിവിടെ കണ്ടു പഠിക്കുവാനും കണ്ടാസ്വദിക്കാനുമുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ മേലില പഞ്ചായത്തിലെ ആദ്യത്തെ ഒരു സ്കൂളാണ് ചേത്തടി സ്കൂൾ. ആ സ്കൂള് തന്നെ തുടങ്ങിയതിന് ശേഷം 50 വർഷം ഇന്നേക്ക് തികഞ്ഞിരിക്കുന്നു. ഒപ്പം BRM സെൻട്രൽ സ്കൂളിന്റെ ഈ വർഷത്തെ ആനിവേഴ്സറിയും ഈ എക്സിബിഷനോടുകൂടി നടക്കുകയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജോർജ്, സുധ അശോകൻ, വൈസ് പ്രിൻസിപ്പൽ ജ്യോതി, പ്രോഗ്രാം കോർഡിനേറ്റർ ഗിരിജ അമ്മ, അധ്യാപകരായ ജയകുമാരി, സജിത പിള്ള, നിഷ, സൌമ്യ, ഹരിപ്രിയ, അജോയ് മാത്യു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിദ്യാർത്ഥികളുടെ ബഹുമുഖമായ കഴിവുകൾ സമ്മേളിക്കുന്നതായിരുന്നു പ്രദർശനമേള. അന്യമായതും മൺമറഞ്ഞതുമായ നിരവധി പുരാവസ്തുക്കൾ മേളയിൽ പ്രദർശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ജീവകാരുണ്യ പ്രവർത്തകനും പത്തനാപുരം ഗാന്ധിഭവന്റെ സെക്രട്ടറിയുമായ പുനലൂർ സോമരാജനെ മാലൂർ വിശ്വദീപം ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. പത്തനാപുരം വട്ടക്കാല മാലൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വിശ്വദീപം ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കാരുണ്യദീപം സഹായനിധി വിതരണ ചടങ്ങിൽ വെച്ചാണ് പുനലൂർ സോമരാജനെ ആദരിച്ചത്. മാലൂർ MTDM ഹൈസ്കൂളിൽ നടന്ന ചടങ്ങ് പട്ടാഴി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ഒരു നഴ്സിന്റെ ചുമതലയിൽ പഞ്ചായത്ത് തന്നെ പാലിയേറ്റീവ് കെയറിൽ പ്രത്യേക പരിശീലനം നൽകിയ ഒരു നഴ്സിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തിന്റെ ആരോഗ്യ പ്രവർത്തകരും ജനപ്രതിനിധികളും വോളണ്ടിയർമാരെല്ലാം ചേർന്നിട്ട് ഇവരുടെ വീടുകളിൽ പോയി അവരെ പരിചരിക്കുന്ന പ്രത്യേക പദ്ധതിയെ സംബന്ധിച്ച് കേട്ടറിഞ്ഞിട്ട് ഈ ഗ്രന്ഥശാലയുടെ ഭാരവാഹികൾ അതിന്റെ വിശദാംശങ്ങൾ അറിയുന്നതിന് അവിടെ വരികയും ഇത്ര വലിയ തോതിൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ പ്രദേശത്തുണ്ട് എന്നവർ മനസ്സിലാക്കിയിട്ട് അവരാൽ കഴിയാവുന്ന സഹായങ്ങൾ മാസാമാസം അവർ നൽകുമെന്ന് അവിടെ വെച്ച് തന്നെ പറയുകയും അവരുടെ യോഗമെല്ലാം ചേർന്നിട്ട് അത് കൂടുതൽ വിപുലമായ തരത്തിൽ നടപ്പാക്കി വരികയും ചെയ്യുന്നു എന്നറിയുന്നതിൽ വളരെയേറെ സന്തോഷവും. രോഗത്താലും ദാരിദ്ര്യത്താലും അവശത അനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങൾക്കുള്ള സഹായനിധി വിതരണം മൌണ്ട് താബോർ ദേറ സുപ്പീരിയർ റവറന്റ് CO ജോസഫ് റംബാൻ നിർവഹിച്ചു. വിശ്വദീപം സ്കൂൾ ലൈബ്രറിയുടെ ഉദ്ഘാടനം ലൈബ്രറി കൌൺസിൽ താലൂക്ക് സെക്രട്ടറി പ്രൊഫസർ P. കൃഷ്ണൻകുട്ടി നിർവഹിച്ചു. സമ്മേളനത്തിൽ ഗ്രന്ഥശാല സെക്രട്ടറി KG ഉമ്മർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ലതാ സി നായർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെൽമ ബിവി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോർജ് തോമസ്, N. വിശ്വനാഥൻ, ഹെഡ്മാസ്റ്റർ ഡാനിയൽ കുട്ടി, സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് സിനി ടീച്ചർ S. ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സ്കൂൾ കായിക കലാമത്സരങ്ങളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ദേറ സെക്രട്ടറി റവറന്റ് ഫാദർ KV പോൾ പുരസ്കാരങ്ങളും സർട്ടിഫിക്കറ്റുകളും നൽകി അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ടൂർണമെന്റിലെ B ഡിവിഷണൽ മത്സരങ്ങൾ ശനിയാഴ്ച പുനലൂർ ചെമ്മന്തൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. മത്സരങ്ങൾക്ക് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. കലാ ക്രിക്കറ്റ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ നടക്കുന്നത്. പുനലൂർ നഗരസഭ മുൻ ചെയർമാൻ MA രാജഗോപാൽ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 5 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ ആഭിമുഖ്യത്തിലുള്ള B ഡിവിഷൻ ലീഗ് നാളെ മുതൽ പുനലൂരിൽ ആരംഭിക്കുകയാണ്. അതിന്റെ മുന്നൊരുക്ക പ്രവർത്തനം എന്നുള്ള നിലയിലാണ് ഇവിടെ പുതിയ വിക്കറ്റ് നമ്മൾ ഇടുന്നത്. അതിന്റെ പ്രവർത്തനമാണ് കലാ ക്രിക്കറ്റ് ക്ലബിന്റെ പ്രവർത്തകർ ഇപ്പോൾ ചെയ്യുന്നത്. കാരണം പുനലൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ആദ്യമായിട്ടാണ് ഈ ലീഗ് സെന്ററായിട്ട് അനുവദിക്കുകയും ജില്ലാ ലീഗ് ഇവിടെ
നടത്തുകയും ചെയ്തു. ബി ഡിവിഷൻ മത്സരങ്ങൾക്ക് ശേഷം സി ഡിവിഷൻ മത്സരങ്ങളും ഡി ഡിവിഷൻ മത്സരങ്ങളും പുനലൂരിൽ വെച്ച് നടക്കും. 5 ടീമുകൾ പങ്കെടുക്കുമ്പോൾ 10 മത്സരങ്ങളാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ബി ഡിവിഷന് ശേഷം സിയും ഡിയും ഡിവിഷൻ പുനലൂരിൽ വെച്ച് തന്നെയാണ് നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഓടനാവട്ടം ഹിന്ദുസ്ഥാൻ ഫൈൻ ആർട്സിന്റെ 10ാം വാർഷികം ശനിയും ഞായറുമായി നടക്കും. സാംസ്കാരിക സമ്മേളനം, ചിത്രരചനാ മത്സരങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രമുഖർ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെളിയം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന ചടങ്ങ് ചലച്ചിത്ര താരം ഭാമ ഉദ്ഘാടനം ചെയ്യും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കഴിവുള്ള കുട്ടികൾക്ക് സൌജന്യമായി സ്ഥാപനത്തിൽ ക്ലാസ് നൽകുന്നുണ്ട്. നിരവധി കുട്ടികൾ ഈ രീതിയിൽ ഇവിടെ പഠിക്കുന്നുണ്ട്. വ്യക്തികളിൽ നിന്നോ സർക്കാരിൽ നിന്നോ സംഭാവനകളോ സാമ്പത്തിക ആനുകൂല്യങ്ങളോ സ്വീകരിക്കാതെ വിപുലമായി ഇവിടെ ക്ലാസുകൾ നടക്കുന്നുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 11-ന് രാവിലെ 10 മണി മുതൽ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികളുടെ ചിത്രരചനാ മത്സരങ്ങൾ നടക്കും. വൈകിട്ട് 6 മണിക്ക് മിനിമോൾ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഗോകുലം ഗോപകുമാർ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര താരം ഇന്ദ്രൻസ് സമ്മാന വിതരണം നടത്തും. തുടർന്ന് നടക്കുന്ന കുട്ടികളുടെ അരങ്ങേറ്റം ഭാമ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കേരള നടനം, സംഘനൃത്തം, നാടോടി നൃത്തം എന്നിവ നടക്കും. ഈ വർഷം അഖിലേന്ത്യാ തലത്തിലും സബ് ജില്ലാ, റവന്യൂ ജില്ലാ, സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലും വിജയികളായ ഇവിടുത്തെ കുട്ടികൾക്ക് സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് ട്രോഫികൾ വിതരണം ചെയ്യും. കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മുടെ കേരള സ്റ്റേറ്റ് ലെവലിലും നമ്മുടെ ജില്ലാ ലെവലിലും അഖിലേന്ത്യാ ലെവലിലും നടത്തിയ എല്ലാ പ്രോഗ്രാമുകളിലും ഏറ്റവും എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ലെവലിലും അഖിലേന്ത്യാ തലത്തിലും നമ്മുടെ സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ കരസ്ഥമാക്കിയതായ പ്രസ്ഥാനമാണ്. അനേകം ആളുകൾക്ക് റദ്ദാനിയാണ്. ഞങ്ങൾ ഇവിടെ പഠിക്കുന്ന 800 കുട്ടികളിൽ പാവപ്പെട്ട കുട്ടികൾക്ക് സൗജന്യമായിട്ടാണ് പഠിപ്പിക്കുന്നത്. കാരണം ഒരുപാട് കുട്ടികൾ പോയി വലിയ ഫീസ് കൊടുത്ത് ഇങ്ങനെയുള്ള പ്രസ്ഥാനത്ത് പഠിക്കാൻ പ്രയാസമുണ്ട്. പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ M. കുഞ്ഞച്ചൻ പരുത്തിയറ, സെക്രട്ടറി പ്രദീപ് വെളിയം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിതറയിൽ ക്വാറിയിൽ നിന്ന് പാറ തെറിച്ചു വീണ് തമിഴ്നാട് സ്വദേശിയായ തൊഴിലാളി മരിച്ചു. മറ്റൊരാൾ ഗുരുതരാവസ്ഥയിൽ. തീർത്ഥാടകരുടെ വാഹനമിടിച്ച ഇടപ്പാളയത്ത് യുവാവ് മരിച്ചു. കടക്കൽ കാഞ്ഞിരത്തുമൂട്ടിലെ പടക്ക നിർമ്മാണശാലയിലെ പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ട് ഉടമയ്ക്കും മകനുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തു. പട്ടാഴി പടക്ക നിർമ്മാണശാലയിലെ സ്ഫോടനം അലക്ഷ്യമായി സ്ഫോടക വസ്തു കൈകാര്യം ചെയ്തത് മൂലമെന്ന് RDOയുടെ റിപ്പോർട്ട്. പത്തനാപുരം ആസ്ഥാനമാക്കിയുള്ള പുതിയ താലൂക്കിൽ വിളക്കുടി പഞ്ചായത്തിനെ ഉൾപ്പെടുത്തിയത് ഭൂമിശാസ്ത്രപരമായി തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി വിവിധ പാർട്ടികൾ രംഗത്ത്. പത്തനാപുരം ആസ്ഥാനമാക്കിയുള്ള പുതിയ താലൂക്കിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം 13-ന്. ജില്ലയ്ക്ക് കേരളത്തിൽ വൻ വരവേൽപ്പ്. 200ഓളം തിയേറ്ററുകളിൽ ആവേശത്തിന്റെ ഉത്സവം. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.